بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على أمة سيدنا ومولانا محمد. പ്രിയപ്പെട്ട പണ്ഡിതന്മാര്, പ്രാസ്ഥാനിക നേതാക്കന്മാര്, സദസ്സിലിരിക്കുന്ന സഹോദരന്മാര്, ഈ വേദിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാര്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടത്തപ്പെടുന്ന റമദാൻ പ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിവസമായ ഇന്ന് വളരെ ബൃഹത്തായ ഒരു വിഷയമായിരുന്നു സംസാരിക്കാനുണ്ടായിരുന്നത്. വെള്ളിയാഴ്ചയാണ്, ജുമുഅ ദിവസമാണെന്നതുകൊണ്ട് ആ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തുടങ്ങാൻ വളരെ വൈകിപ്പോയിട്ടുണ്ട്. ഇനി കൃത്യം 3:50 നമ്മുടെ പരിപാടി സമാപിക്കുകയും വേണം. ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്ക്
പരന്നു കിടക്കുന്ന വിഷയത്തിന്റെ ചെറിയ ഒരു ഭാഗം പോലും സ്പർശിച്ചു പോകാൻ പോലും സാധിക്കില്ലല്ലോ എന്ന ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയാനാവുന്ന അത്ര വിഷയങ്ങൾ ജമാഅത്ത് നിസ്കാരം നടക്കാനാകുന്നതുവരെ പറയും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്നിരിക്കൽ ജമാഅത്തിന് ശേഷം രണ്ടാമതും നമ്മൾ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ സഹകരിച്ചാൽ ഇതിന്റെ CD-യുടെ സൗകര്യവും നാം ഒരുക്കിയിരിക്കുന്ന വിഷയത്തിന്റെ വ്യാപ്തിയും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നാളെ ഒരു 10 മണി എന്നത് 9 മണിക്ക് തുടങ്ങാനായാൽ സമാപന ദിനം എന്ന നിലക്ക് ഒരു 12 മണി വരെ സംസാരിക്കാനും സാധിച്ചാൽ നമുക്ക് ആ പ്രശ്നങ്ങൾ, ആ ഗ്യാപ്പ് നികത്താൻ കഴിയുമായിരുന്നു എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അടിമകളുടെ 12 ഗുണങ്ങളിൽ ധാരാളം ഗുണങ്ങൾ പല ഭാഗങ്ങളിലായി നാം എണ്ണി വന്നു. ഇനി പറയാനുള്ളത് അശ്ലീല ഭ്രമം തലക്കു പിടിക്കാത്തവരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ. അതാണ് ഇന്ന് നാം ഓതി വെച്ച ആയത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ടോപ്പിക്കിന് നാം തലക്കെട്ട് കൊടുത്തത് അശ്ലീല ഭ്രമം എന്നതാണ്. ഇത് വർത്തമാന കാലഘട്ടത്തിൽ എന്തുകൊണ്ടും പ്രസക്തമാണോ എന്ന് വർത്തമാനകാല സാഹചര്യങ്ങൾ അറിയാവുന്ന ഒരാളോട് ഒരിക്കലും ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാരണം അശ്ലീല ഭ്രമത്തിൽ, ആ ഒരു മയത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്നത് മുഴുവൻ അശ്ലീലങ്ങളാണ്, കേൾക്കുന്നത് മുഴുവൻ അശ്ലീലങ്ങളാണ്, ചിന്തിക്കുന്നത് മുഴുവൻ വൃത്തികേടുകളാണ്. വല്ലപ്പോഴുമൊക്കെ നാക്കിൻ തുമ്പത്ത് വിരിയുന്ന പാട്ടുകൾ, ആ കവിത ഈരടികൾ, അത് മുഴുവനും അശ്ലീലങ്ങളാണ്. ഇതിൽ നിന്ന് മുസൽമാൻ മാറേണ്ട സാഹചര്യം, അതിന്റെ ഗൗരവം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ ലക്ഷ്യം വെച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെയും പറഞ്ഞ് അത് പൂർത്തീകരിക്കാം. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ അടിമകളാകണമെങ്കിൽ വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ ഒരിക്കലും അശ്ലീലത്തിൽ പങ്കാളികളാവില്ല. വല്ലദീന ലാ യശ്ഹദൂന സൂർ, പൊളിവാക്കിന് അവർ ഒരിക്കലും സാന്നിധ്യമുറപ്പിക്കില്ല. അശ്ലീലത്തിന്, വൃത്തികേടിന്, അരുതായ്മക്ക് പങ്കെടുക്കാത്തവരാകുന്നു അല്ലാഹുവിന്റെ അടിമകൾ. വല്ലദീന ലാ യശ്ഹദൂന സൂർ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, അശ്ലീല സദസ്സിലേക്ക് അവർ വരൂല എന്ന് മാത്രമല്ല, അഥവാ യാദൃച്ഛികമായി അശ്ലീല സദസ്സിന്റെ അടുത്തുകൂടെ സഞ്ചരിക്കേണ്ടി വന്നാൽ, അശ്ലീല സദസ്സുകൾക്കരികിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ മറൂ കിറാമ, അപ്പോഴും അവരുടെ ശരീരത്തില് ആ ചെളി പുരളാതെ അവർ പതുക്കെ സലാമത്താകാൻ നോക്കും. മറൂ കിറാമ, അവരതിൽ പെടാതെ, ആ മാലിന്യങ്ങളൊന്നും അവരുടെ ശരീരത്തിലേക്ക് ഏൽക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാകുമോ എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അനാവശ്യത്തിനരികിലൂടെ അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ മറൂ കിറാമ, അവര് ഒരിക്കലും മാന്യത കൈവടിയില്ല. അവർ ശീലിച്ച ഒരു സംസ്കാരമുണ്ട്, അവർ ശീലിച്ച ഒരു മാന്യതയുണ്ട്, അവർക്ക് പരിചയമുള്ള ഒരു ഉളുപ്പുണ്ട്. ആ ഉളുപ്പ് ഒരിക്കലും അവർ കൈവിടില്ല. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ,
എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഈ ആയത്തിന്റെ വിശദീകരണം, ഇതിന്റെ വ്യാഖ്യാനം ഇങ്ങനെ തന്നെയാണോ? അതെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര്, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിനു നൽകിയ വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അവർ ഈ ആയത്തിന് എന്തെല്ലാം അർത്ഥസാധ്യതകൾ കൽപ്പിച്ചു, അതൊക്കെ നാം കേൾക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അതിൽ വല്ല മാലിന്യവുമായുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ നാം തിരുത്തുകയും വേണം. നമ്മുടെ നഫ്സിനെ, ആത്മാവിനെ നാം പരിശുദ്ധമാക്കണം, സംസ്കരിച്ചെടുക്കണം എന്ന് കൂട്ടത്തിൽ ഉണർത്തുന്നു. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ എന്ന് പറഞ്ഞാൽ ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അയൽ കദിബ, അതേ പൊളിവചനങ്ങൾക്ക് അവർ പങ്കെടുക്കുകയില്ല, അവിടെ അവർ ഒരിക്കലും ഹാജരാവുകയില്ല. മഹാനവറുകൾ വിശദീകരിച്ച് എഴുതുന്നു, യഅനി യംഫറൂന അൻ മഹാദിരിൽ കദ്ദാബീന വമജാലിസിൽ ഖത്താഈൻ. കള്ളം പറയുന്നവരുടെ സദസ്സിനെ തൊട്ട് അവർക്ക് എപ്പോഴും നീരസമായിരിക്കും. കള്ളം പറയുന്ന സദസ്സുകളിൽ അവർ പങ്കെടുക്കുകയില്ല. അയാൾ പറയുന്നത് പച്ച കള്ളമാണെന്നറിയാം. ആ സദസ്സിൽ അയാൾ ആ കള്ളം വിളിച്ചു പറയുമ്പോൾ, അയാൾ ആ തെറിപൂരം വിളിച്ചു പറയുമ്പോൾ, അയാളുടെ മാന്യമായ വേഷം കണ്ടോ, അല്ലെങ്കിൽ അയാളുടെ ശൈലി കണ്ടോ, അതിലൊന്നും പെട്ടുപോകാതെ കളവാണ് പറയുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ ആ സദസ്സിലേക്ക് അവൻ പോകുക തന്നെയില്ല. കള്ളന്മാരുടെ സദസ്സിൽ നിന്ന് മാറുന്നവരാണ്. ആ തെറിപൂരം കേൾക്കുമ്പോൾ അതിന് കൈയടിച്ച് പ്രോത്സാഹനം നൽകില്ല. ആ തെറിപൂരം കേൾക്കുമ്പം അവിടെ പങ്കെടുക്കാൻ തന്നെ പാടില്ല. പങ്കെടുത്തിട്ട് കൈയടിച്ചോ തക്ബീർ വിളിച്ചോ കൂബി വിളിച്ചോ അതിന് പ്രോത്സാഹനം നൽകാൻ പാടില്ല. അൻ മഹാദിരിൽ കദ്ദാബീൻ വമജാലിസിൽ ഖത്താഈൻ. അതുപോലെ തന്നെ റൗഡികളുടെ സദസ്സുകളെ തൊട്ടും, റൗഡികളുടെ സദസ്സുകളെ തൊട്ട്, കാരാക്കൂസ് കമ്പനികളെ തൊട്ട് അവർ അകന്നു കഴിയും. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അതേ നിശാ ക്ലബ്ബുകളിൽ അവർ സമയം കൊല്ലുന്നവരായിരിക്കില്ല. കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ അരുതായ്മകളാണ്. അരുതായ്മകൾ നടക്കുന്ന കേന്ദ്രങ്ങളുമായി അവർ അകന്നു കഴിയും. നിശാ ക്ലബ്ബുകളിൽ കുപ്പി പൊട്ടിച്ചും വളകിലുക്കിയും അവരൊരിക്കലും കൂടുകയില്ല. ഇതാണ് ഇമാം നസഫി റളിയല്ലാഹു അൻഹു കൊടുത്ത വ്യാഖ്യാനം. ഫലാ യഖറബൂനഹാ തനസ്സുഹം അൻ മുഖാലതതി ശർ വഅസ്ലിഹി. അതേ, ആ സദസ്സുകളോട് അവർ അടുക്കുക പോലുമില്ല. അതിനെ തൊട്ട് എത്രയോ ദൂരപ്പെട്ടാണ് അവർ ജീവിക്കുക. കാരണം ആ മാലിന്യം എന്റെ ശരീരത്തിലാവണ്ട എന്ന് കരുതിയിട്ട് അത് വേണ്ടാത്തരത്തോടും വാഹിലിഹി വേണ്ടാത്തരത്തിന്റെ ടീമിനോടും ഇടപഴകുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ മാറി നിൽക്കുന്നത്. എന്താ മാറി നിൽക്കാൻ കാരണം? ഞാനതിന് സംഭാവന കൊടുത്തിട്ടില്ല, ശരിയാണ്. സംഭാവന കൂപ്പൺ വന്നപ്പോൾ ഞാനത് മുറിച്ചിട്ടില്ല, ശരിയാണ്. ഞാൻ തക്ബീർ വിളിച്ചിട്ടില്ല, ശരിയാണ്. ഞാൻ കൈയടിച്ചു കൊടുത്തിട്ടില്ല, ശരിയാണ്. ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ശരിയാണ്. ഞാൻ ആ സദസ്സിന്റെ ഒരു മൂലയിലിരുന്ന് എല്ലാം കേട്ടു, അത്രമാത്രം. ഇല്ല, മാന്യനായ ഒരാൾക്ക് ആ സദസ്സിൽ നിൽക്കാൻ കഴിയില്ല. എന്താ കാരണം? മാന്യന്മാർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇത് മുശാഹദത്തുൽ ബാത്തിലി ശിർക്കത്തും ഫീഹി. മിഥ്യയായ കാര്യങ്ങളിൽ പങ്കെടുക്കുക എന്നത്, അത് കണ്ടു നിൽക്കുക എന്നത് അതിൽ ഭാഗമാക്കാകുന്നതിന് തുല്യമാണ്. അതിൽ പങ്കെടുത്തവനെ പോലെ തന്നെയാണ് ഇവനും. അതേ രൂപത്തിൽ തന്നെ വകദാലിക്കൻ നവാറതു ഇലാ മാ ലം തുസവ്വിഹു ശരീഅതു ഹും ശുറകാഉ ഫാഇലിഹി ഫിൽ ആസാം. ഇമാം നസഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അതിന് മേൽനോട്ടം വഹിക്കുന്നവർ, ആ മേൽനോട്ടം വഹിക്കുന്നവർ ഹും ശുറകാഉ ഫഅലി, ആ വേണ്ടാത്തരം ചെയ്യുന്നവരോട് അവരും ഷെയറാണ്. ഫില്ലാസാം, ശിക്ഷയുടെ കാര്യത്തിൽ അവരു മാത്രമല്ല,
അപ്പോൾ ഈദ് ദിനത്തോടനുബന്ധിച്ച് നാം നടത്തുന്ന ഈദ് നൈറ്റ് പരിപാടികൾ അതേ പാടുന്നതും അംഗമാരാണ്. സംഗീതം, അതുപോലെ തന്നെ സംഗീതം പാടുന്നു മാത്രമല്ല, ആ സംഗീതോപകരണങ്ങളുടെ കൊഴുപ്പ് പകർന്ന് കാതടപ്പിക്കുന്ന ശബ്ദങ്ങളുമായി അതിന് കൊഴുപ്പ് പകരുന്നുണ്ട്. അതൊന്നും ഇവനല്ല, അതിനൊക്കെ ഒരു ടീം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവനതിന് മേൽനോട്ടം വഹിക്കുന്നു. അതിന്റെ സ്റ്റേജ് വർക്ക് നടത്തിയത് ഇവനാണ്, അതിനുവേണ്ടിയുള്ള പ്രചരണം നടത്തിയത് ഇവനാണ്, അതിനുവേണ്ടി ആളെ വിളിച്ചുകൂട്ടിയത് ഇവനാണ്, അതിന്റെ അനൗൺസ്മെന്റ് നടത്തിയത് ഇവനാണ്. അതേ ഇത്തരം ഗാനമേളകളെ കൊണ്ടും അനിസ്ലാമിക വിരുന്നുകളെ കൊണ്ടും ഈദ് നൈറ്റ് പരിപാടി ക്ഷേമമാക്കുന്നവർ, ആഘോഷിക്കുന്നവർ കരുതണം. അതിനേതെങ്കിലും നിലക്ക് നിങ്ങൾ മേൽനോട്ടം വഹിച്ചിട്ടുണ്ടോ? ആ നിന്ന് പാടുന്ന മംഗമാരെ പോലെ അതേ സംഗീതോപകരണങ്ങൾ ആ കൊഴുപ്പ് പകർന്ന്, സംഗീതോപകരണങ്ങൾ കൊണ്ട് കൊഴുപ്പ് പകർന്ന് സദസ്സിനെ ആനന്ദിപ്പിക്കുന്നവരെ പോലെ നിങ്ങളും കുറ്റത്തിൽ പങ്കാളികളായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. കാരണം ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുക, ഇത്തരം സദസ്സുകളിലേക്ക് നോക്കി നിൽക്കുക എന്നതൊക്കെ ഇമാം നസഫി പറയുന്നു ദലീലുൻ അല റിളാ, മാനസികമായി അയാൾ അതിനോട് പൊരുത്തപ്പെടുന്നുണ്ടെന്നതിന്റെ ദൃഷ്ടാന്തമാണ്. പുറമെ നിന്നൊരാൾ വീക്ഷിക്കുമ്പോ അതേ നമ്മളെ നാട്ടിൽ അത്യാവശ്യം ദീനുള്ള ഒരു കാരണവരും അല്ലെങ്കിൽ ദീനിനെ സ്നേഹിക്കുന്ന ഒരു പ്രവർത്തകൻ ആ വേദിയിൽ നിൽക്കുമ്പോ അയാളൊക്കെ ഉണ്ടല്ലോ, അപ്പോ എനിക്കും പോയി കാണാമെന്ന് തോന്നും. ഇത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ പാടില്ല. മാത്രമല്ല, ഇയാൾ കണ്ടുനിന്നു, ഇയാളുടെ മൗനാനുവാദമുണ്ടായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇക്കൊല്ലം ചെറിയ പരിപാടിയാണെങ്കിൽ അടുത്ത കൊല്ലം കൂടുതൽ ഗംഭീരമായി അത് നടക്കാൻ ഇത് കാരണമാകും. കൂടുതൽ കൂടുതൽ ഇത്തരം പ്രവണതകൾ അധികരിക്കാൻ കാരണമാകും. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ആ ആരുറപ്പുള്ള ഉപദേശങ്ങളുടെ പട്ടികയിൽ ഇങ്ങനെ ഒരു ഉപദേശം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇയ്യാകും വമുജാലസത്തൽ ഖത്താഈൻ, ഇയ്യാകും വമുജാലസത്തൽ ഖത്താഈൻ. ബഹുമാനപ്പെട്ടവർ പറയുന്ന റൗഡി സെറ്റിനോടൊപ്പം കൂടിയിരിക്കുന്നത് നിങ്ങൾ കരുതിയിരിക്കണം. അറബിയിൽ ഇയ്യാക്ക എന്ന് പറയുന്നത് കരുതലിന്റെ ഭാഷയാണ്. കരുതിയിരിക്കണം, അങ്ങോട്ട് പോയി പോകരുത്. എത്ര കടുപ്പത്തിലായി ഇത് പറയുന്നത്. എന്നാൽ ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് ഇന്ന് നമുക്ക് വല്ല മാനക്കേടുമുണ്ടോ? റമദാനിലെ 30 ദിനരാത്രങ്ങള് റിലീഫ് പ്രവർത്തനങ്ങളുമായി ഓടി നടന്ന ചെറുപ്പക്കാരൻ, വയലു സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഓടി നടന്ന ചെറുപ്പക്കാരൻ, റമദാനിന്റെ 30 ദിനരാത്രങ്ങളില് വയലു സദസ്സുകളിൽ പങ്കെടുത്തവൻ, അവസാനത്തെ 10 പള്ളിയിൽ വന്ന് എഴുത്തിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചവൻ, അതുപോലെ തന്നെ തറാവീഹ് ഒരു രാത്രിയുടെയും തറാവീഹ് നഷ്ടപ്പെടുത്താതെ ജീവിതം ധന്യമാക്കണമെന്ന് ആഗ്രഹിച്ചവൻ, അവനാണ് ഒരൊറ്റ പെരുന്നാൾ രാവോടുകൂടി ഒരു മാസക്കാലം അവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ വിശുദ്ധിയുടെ ഉളുപ്പ ഒരൊറ്റ രാത്രി കൊണ്ട് അവൻ എല്ലാം തകർത്തെറിയുന്നത്. എത്രമാത്രം ഖേദകരമാണിത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാരണവശാലും നിങ്ങളിൽ നിന്ന് ഇത് ഉണ്ടാവാൻ പാടില്ല. ഇത്തരം ഒരവസ്ഥ നമ്മളിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാനെ. കാരണം അല്ലാഹുവിന്റെ അടിമ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടണോ? ഇബാദുർ റഹ്മാൻ എന്ന ടൈറ്റിൽ നാമത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ ആ വിഭാഗത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണോ? നിർബന്ധമായും അശ്ലീലങ്ങളോട് വിട പറയാൻ കഴിയണം. അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. ഇനി ഇതേ വാക്കിന് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മറ്റൊരർത്ഥവും കൂടെ കൊടുത്തത് കാണാം. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ
എന്ന് പറഞ്ഞാൽ പൊളിവാക്കുകൾക്ക് പങ്കെടുക്കാത്തവർ എന്നല്ല, അനാവശ്യത്തിന് പങ്കെടുക്കാത്തവർ എന്നല്ല. ഷഹിദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു എന്നും ഒരർത്ഥമുണ്ട്, അല്ലെങ്കിൽ സാക്ഷിയായി എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, കള്ളസാക്ഷി നിൽക്കാത്തവരും പറയാത്തവരുമാകുന്നു അള്ളാഹുവിന്റെ അടിമകൾ. കള്ളസാക്ഷി നിൽക്കാത്തവരാണ് അള്ളാഹുവിന്റെ അടിമകൾ എന്ന് അർത്ഥം കൊടുത്തവരുമുണ്ട്. ലാ യശ്ഹദൂന ഷഹാദത്തസ്സൂർ, കള്ളസാക്ഷി നിൽക്കാത്തവരാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. അവിടുന്ന് അള്ളാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരവിടെ ഉണ്ട്. ആ സദസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി പള്ളിയിൽ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, മഹാപാപങ്ങളിൽ ഏറ്റവും വലിയ മഹാപാപം ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. മഹാപാപങ്ങൾ കുറേയുണ്ട്. 7 നാശകാരികളായ സപ്തപാപങ്ങളുണ്ട്. അതുമാത്രമല്ല മഹാപാപങ്ങൾ. ഇന്നലെ നാം 3 മഹാപാപങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു മിനിയാന്ന്. എന്നാൽ മഹാപാപങ്ങൾ എന്ന് പറയുന്നത് ഇമാം ദഹബി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, 70-ലധികം അല്ല, എണ്ണിയാൽ 700-ലധികം കിട്ടും. ഒരു തെറ്റ് കബീറത്താകുന്നത്, മഹാപാപമാകുന്നത്, അതിന് ശക്തമായ താക്കീതുകൾ ഖുർആനോ ഹദീസോ നൽകിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കബീറത്താണ്, വൻദോഷമാണ്. പിന്നെ അതിൽ മനുഷ്യനെ കൊന്നുകളയുന്ന 7 പാപങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ 7 മഹാപാപങ്ങൾ സബഉൽ മുബിഖാത്ത് എന്ന് പറയുന്നത്. അതിൽ 3 മിനിയാന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത്. ഏതാവട്ടെ, ഞാൻ പ്രചുവന്നതിന് വിധങ്ങൾ ഇവിടെ ചോദിക്കുന്നു. മഹാപാപങ്ങളിൽ തന്നെ ഏറ്റവും ഗൗരവമായ പാപങ്ങൾ നിങ്ങൾക്കറിയോ? 3 തവണ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ. ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, ഖുൽനാ, ഉടനെ തന്നെ ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, കേട്ടാൽ കൊള്ളാം, ഞങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. ഏതാണ് നബിയെ ആ മഹാപാപങ്ങൾ? ഖാല അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നു. അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല ഒരു വസ്തുവിനെ. അല്ലാഹുവിനോട് ശിർക്ക് വെക്കുക എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പാപം. മാത്രമല്ല വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കലാണ്, അവരോട് അനുസരണക്കേട് കാണിക്കലാണ് വഉഖൂഖുൽ വാലിദൈൻ. ഇത്രയും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വകാന മുത്തഖിഅൻ, മുത്തുനബി ചുമരിലേക്ക് ഇങ്ങനെ സാരിയിരിക്കുകയായിരുന്നു. അവിടുന്ന് ഫജലസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അതാ ഒന്ന് മുന്നോട്ടിങ്ങോട്ട് ഇരുന്ന് ഫജലസ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരം അതാ ചാരിയിരിക്കുന്നിടത്ത് നിന്ന് മുന്നോട്ട് ആഞ്ഞു വലിഞ്ഞു വന്നിട്ട് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ വഖൗലു സൂർ, അലാ വഖൗലു സൂർ, അറിയണം, വഖൗലു സൂർ, കള്ള സാക്ഷി പറയലുമാണ്. അടുത്ത തെറ്റ് കള്ളസാക്ഷി പറയലുമാണ്. ഈ കള്ളസാക്ഷി പറയലുമാണെന്ന് പറയാൻ അള്ളാഹുവിന്റെ ഹബീബ് നേരത്തെയുള്ള ഒരുക്കത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ ഒരുക്കം നടന്നു. ശാരീരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ ഒരുക്കത്തോടുകൂടെ നേരെ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ വഖൗലു സൂർ, മനസ്സിലാക്കിക്കോ, കള്ള സത്യം ഒരിക്കലും പറയാൻ പോവണ്ട.
അലാ വശഹാദത്തു സൂർ, അറിയണം കള്ളസാക്ഷി നിൽക്കലാണത്. അലാ വഖൗലു സൂർ വശഹാദത്തു സൂർ ഫമാ ദാല യുകർറിറുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വാക്കിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. നിരന്തരം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വട്ടം പറഞ്ഞു? ഹത്താ ഖുൽനാ ലൈതഹു സകത. ഞങ്ങൾ വിചാരിച്ചു അള്ളാഹുവിന്റെ റസൂല് ഒന്ന് മതിയാക്കിയെങ്കിൽ, ഒന്ന് മിണ്ടാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നത് വരെ ആ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ടിരുന്നു. അത്രയും വലിയ പാപമാണ് കള്ളസാക്ഷി നിൽക്കുക. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ചെറിയ കേസാണോ? യതീമിന്റെ മുതൽ കൈയടക്കിയതാ, അല്ലെങ്കിൽ തൊട്ടടുത്ത് ജീവിക്കാൻ വകയില്ലാത്ത ഒരു പാവപ്പെട്ടവന്റെ അതിര് കയ്യേറിയതാണ്. നമുക്ക് നല്ല ബോധ്യമുണ്ടത്. എന്നിട്ട് ആ സാധുവിനെതിരിൽ, ആ യതീമിനെതിരിൽ കൈയടക്കിയവൻ അനുകൂലമായി കോടതിയിൽ ചെന്ന് സാക്ഷി പറയുന്ന മുസ്ലിം വക്കീലുമാർ കരുതേണ്ടതാണ്. അതിനുവേണ്ടി കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വക്കീലുമാർ കരുതേണ്ടതാണ്. തൽക്കാലം ഇത് ഒരിക്കലും തന്നെ ഇവിടെ നടന്നാലും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇത് നടക്കാൻ പോകുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെറുതെ വിടൂല. നോക്ക് നിങ്ങൾ, ചെറിയ കാര്യമല്ല ഇത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഒരു കാരണവശാലും നമ്മൾ കള്ളസാക്ഷി നിൽക്കാൻ പാടില്ല. ഇന്ന് നോക്ക് നിങ്ങൾ, ഒരാളെ തല്ലിയാലും ഒരാളുടെ മുതല് ആക്രമിച്ചാലും അങ്ങനെ എന്തു തന്നെ സംഭവിച്ചാലും ആ സമയത്തൊന്നും അതിന് സാക്ഷികളില്ലെങ്കിലും കോടതിയിലെത്തുമ്പോഴേക്കും ദൃക്സാക്ഷികളെമ്പാടുമാണ്. ഒരൊറ്റ കുട്ടിയും കണ്ടിട്ടില്ലെങ്കിലും ദൃക്സാക്ഷികളെമ്പാടുമാണ്. ഈ ഒരവസ്ഥാവിശേഷമാണുള്ളതെങ്കിൽ വളരെ ഗൗരവത്തോടെ നാം ആലോചിക്കണം. അവകാശപ്പെടാത്ത, ന്യായമായി അവകാശമില്ലാത്തതിനു വേണ്ടി കള്ളസാക്ഷി പറഞ്ഞുകൊണ്ടെത്തിയാൽ, നമുക്കുറപ്പില്ലെങ്കിൽ ആ വിഷയത്തിൽ സാക്ഷി നിൽക്കാൻ പോയാൽ ഞാനും നിങ്ങളും വലഞ്ഞു പോകുമെന്ന കാര്യം ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വശഹാദത്തു സൂർ അലാ വഖൗലു സൂർ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും ഒരു വ്യാഖ്യാനം പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. കള്ളസാക്ഷി പറയുക, കള്ളസാക്ഷി നിൽക്കുക, അത് മഹാ തെറ്റു തന്നെയാണ്. യാതൊരു സംശയവും ഇല്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ആയത്തിന് അർത്ഥമുണ്ടോ എന്നിടത്താണ് ചില ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ചില മഹാന്മാർ പറഞ്ഞു അതിന്റെ അർത്ഥം അശ്ലീല സദസ്സുകളിൽ പങ്കെടുക്കാത്തവരെന്നാണ്. വല്ലദീന ലാ യശ്ഹദൂന സൂർ. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. ഇവിടത്തെ ഈ അവസരം നോക്കുമ്പോൾ ആയത്തിന്റെ മുമ്പും പിമ്പുമൊക്കെ വായിക്കുമ്പോൾ അദ്ഹറു മിന സിയാഖി അന്നൽ മുറാദ ലാ യശ്ഹദൂന സൂർ ഐ ലാ യഹ്ദുറൂനഹു. അശ്ലീല സദസ്സുകളില്, പൊയ്വാക്കുകളില്, പൊളിവചനങ്ങളില് പങ്കെടുക്കാത്തവരെന്നാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ട്? തൊട്ടടുത്ത് പറയുന്നു വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അപ്പൊ ആദ്യം പറഞ്ഞത് അശ്ലീല സദസ്സുകളിൽ പങ്കെടുക്കുക തന്നെ ഇല്ല, ഐ ലാ യഹ്ദുറൂന സൂർ. ഇനി അഥവാ വൈദത്തഫഖ മുറൂറുഹും ബിഹി, യാദൃച്ഛികമായ ആ സദസ്സിന്റെ അടുത്തുകൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, അപ്പോഴും അവര് ശീലിച്ച, അവർ നേടിയെടുത്ത ആ തഖ്വയുടെ ഉളുപ്പ് അതവർക്ക് എന്നും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയും. മാന്യതയോടുകൂടെ നടന്നു പോകും. അതിലേക്ക് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കില്ല. അങ്ങാടിയിലുള്ള മുഴുവൻ കോപ്രായങ്ങളും കണ്ടു നിൽക്കില്ല. ഇത് വളരെ അപകടകരമാണ്. മാന്യന്മാർ ഇത്തരം വേണ്ടാത്തരങ്ങൾ നോക്കി നിൽക്കാൻ പാടില്ല. ഉടുത്തതഴിച്ചിട്ട് ആടുന്ന പെണ്ണിന്റെ ചിത്രം കാണാൻ പാടില്ല മാന്യന്മാർ. ഒരു മങ്ക വന്ന് നീട്ടി പാടുന്നുവെങ്കിൽ അവൾ അന്നത്തെ രാത്രി സജീവമാക്കാൻ നമ്മുടെ ഗ്രാമത്തിൽ എത്തിപ്പെട്ടെങ്കിൽ അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാര് ആ ഇരുട്ടിനെ സജീവമാക്കി ആ സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല. ആ സദസ്സിനോട് അവർ സലാം പറയുകയാണ് വേണ്ടത്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ടവരൊരു വഴിയിലൂടെ പോവുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ കൂടെ തന്റെ മൗലയായ നാഫിഉമുണ്ട്. ആ നാഫിഇന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അങ്ങനെ നടന്നു നടന്നു പോകുമ്പോൾ പെട്ടെന്നാണ് ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോ ഒരാട്ടിടയൻ പുല്ലാങ്കുഴൽ വായിക്കുന്ന ശബ്ദം കേട്ടു. പുല്ലാങ്കുഴൽ വായന എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു സംഗീതോപകരണമാണ്. നമ്മൾ കുഴലൂത്തു എന്നൊക്കെ പറയുന്നത് പോലെ, മ്യൂസിക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സംഗീതോപകരണം. പുല്ലാങ്കുഴൽ വായന കേട്ടപ്പോ, ആ സംഗീതോപകരണത്തിന്റെ ശബ്ദം കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉടനെ തന്നെ തന്റെ 2 വിരലും തന്റെ ചെവിയിലേക്കങ്ങ് തിരുകിക്കയറ്റി ആ ശബ്ദം കേൾക്കരുതെന്ന് കരുതി നേരെ അങ്ങോടി. ഹൈ സ്പീഡിലോടിയിട്ട് നാഫി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട നേതാവ് ഓടുന്നത് കണ്ടപ്പോ പിന്നാലെ ഓടി. കുറെ അങ്ങെത്തിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോഴും വിരലെടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട നാഫി തങ്ങളോട് ചോദിക്കുന്നു, യാ നാഫി അത്തസ്മഉല്ലാൻ, യാ നാഫി അത്തസ്മഉല്ലാൻ, നാഫിയേ നീ ഇപ്പോൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, ഇപ്പോൾ കേൾക്കുന്നില്ല, നമ്മൾ ഒരുപാട് ദൂരെ എത്തിയിട്ടുണ്ട്. ഫഅഖ്റജ ഇസ്ബഅൈഹി മിൻ ഉദുനൈ, അപ്പൊ 2 ചെവിയിൽ നിന്നും ആ 2 കൈയും ഇങ്ങോട്ട് എടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്കണം. എന്ത് സംഗീതോപകരണങ്ങളുടെ ഒച്ചപ്പാടില്ലാതെ, ഒച്ചപ്പാടിന്റെ അകമ്പടിയില്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത കാലഘട്ടം അല്ലേ? യാത്ര ചെയ്യുകയാണെങ്കിൽ വണ്ടിയിൽ എപ്പോഴും ഇത് വേണം. അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളിൽ റിംഗ് ട്യൂണുകൾ മുഴുവനും ഉളുപ്പുകെട്ട പാട്ടുകൾ, സുബ്ഹാനല്ലാഹ്, കേൾക്കാൻ പോലും വയ്യ. ഒരു മാന്യൻ അഥവാ നിങ്ങളുടെ നമ്പറിൽ, നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങളുടെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ കേൾക്കാനുള്ളത് ഉടനെ തന്നെ ഓഫ് ചെയ്യാൻ തോന്നിപ്പോകുന്ന അശ്ലീല ഗാനം. സുബ്ഹാനല്ലാഹ്, എന്താണാവോ? അല്പമൊക്കെ ബോധമുണ്ടെന്ന് തോന്നുന്നവരും ദീനുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നവരുമൊക്കെ ആ വഴിക്ക് പോകുന്നത് കാണുന്നു. പലരുടെയും മൊബൈലുകളിലെ റിംഗ് ട്യൂണുകൾ വളരെ വളരെ മോശപ്പെട്ടത്, ഡയലർ ട്യൂണുകൾ വളരെ മോശപ്പെട്ടത്. ഞാൻ പറയുന്നു, മാറണം പ്രിയപ്പെട്ട മുസ്ലിമേ. ഇതൊന്നും നമുക്ക് പറ്റിയ ഏർപ്പാടല്ല, ഇതൊന്നും മുസ്ലിമായ നമുക്ക് ചേർന്ന പണിയല്ല എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മറന്നുകളയണ്ട. നോക്ക് നിങ്ങൾ, അതും അശ്ലീല ചുവകളുള്ള, സെക്സ് ചുവയുള്ള, പ്രത്യേകിച്ച് സെക്സ് ചുവയുള്ള ഗാനങ്ങളാണ് മുഴുവൻ. അതേ, അതിനൊക്കെയും പലപ്പോഴും ശബ്ദം പകർന്നിരിക്കുന്നത് കിളിക്കൂറ്റുകളാണ്, സ്ത്രൈണ ശബ്ദങ്ങളാണ് അതിനെ മുഴുവനും കൊഴുപ്പിക്കുന്നത്. വല്ലദീന ലാ യസ്ഖദൂന സൂർ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ഒരിക്കലൊരു സ്ഥലത്ത് വെച്ച് ഇതിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ചീഞ്ഞു നാറിയ സംസ്കാരത്തിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സദസ്സിൽ മുൻനിരയിലിരിക്കുന്ന ഒരു സഹോദരന്റെ മൊബൈൽ ശബ്ദിച്ചു. മൊഞ്ചത്തിപ്പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ശബ്ദിക്കാൻ തുടങ്ങി. അവന്റെ റിംഗ് ട്യൂണാണത്. ഞാൻ പറയുന്നു, ആരെങ്കിലും അത്തരം ആളുകളുണ്ട്, വേഗം സൈലന്റ് ആക്കണം. കാരണം ചിലപ്പോ അപകടത്തിൽപ്പെട്ടു പോവും. ഞാൻ പറയുന്നു, അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇതങ്ങോട്ട് മാറ്റുക. അതാ വേണ്ടത്. ഒരു പരിപൂർണമായി പടച്ചറബ് പൊരുത്തപ്പെട്ട അടിമയാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം. അല്ലെങ്കിൽ പറ്റൂല. സ്വർഗം കിട്ടണമെങ്കിൽ അതൊക്കെ വേണം. പറഞ്ഞു തരാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്ക് എത്തുമ്പോൾ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാളെയും പറയാം. അല്ലെങ്കിൽ ഇന്ന് തന്നെ നിസ്കാരാനന്തരം പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദര, എത്ര മോശപ്പെട്ട സംസ്കാരമാണ് നമ്മൾ ഈ കാണിക്കുന്നത്, പേറുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ അവസാനിപ്പിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പ്രത്യേകം ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇങ്ങനെ പോകുമ്പോ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് അത്തരം സദസ്സുകളിലൂടെ സഞ്ചരിക്കുക, ഇതാണ് അള്ളാഹുവിന്റെ അടിമകളുടെ അടയാളം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നാഫി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നാഫിയെ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഞാനും എന്റെ നേതാവ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളും ഒരു ദിവസം ഇതുപോലെ യാത്ര ചെയ്തു ഒരുമിച്ച. അന്ന് നബി തങ്ങൾ ഒരു പുല്ലാങ്കുഴൽ വായന കേട്ടപ്പോ ഇതുപോലെ രണ്ട് ചെവിയിലേക്കും കൈകൾ തിരുകിക്കയറ്റി ഓടി എന്നോട് ചോദിച്ചു, അബ്ദുള്ള ഇപ്പോൾ അത് കേൾക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി തന്റെ ചെവിയിൽ നിന്ന് വിരലെടുത്തത്. മുത്തബിഉസ് സുന്നഹ് എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോൻ അബ്ദുള്ള. മുത്തബിഉസ് സുന്നഹ് എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ്. നബി തങ്ങളെ പിന്തുടരുന്നതില് വല്ലാത്ത ജാഗ്രതയായിരുന്നു. നബി തങ്ങൾ ചെയ്തതൊക്കെ ചെയ്യണം. അതിനകത്ത് ഇവിടെ ഇതുപോലെ ചെയ്തത് നബി തങ്ങൾ അന്ന് ചെയ്തു കണ്ടത് അതേ രൂപത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒന്നുമില്ല. നടന്നിങ്ങനെ പോകുമ്പോ നേരെ നടന്നു പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ പെട്ടെന്നൊന്ന് കുനിഞ്ഞങ്ങോട്ട് പോയി. ഒന്ന് കുനിഞ്ഞുപോയി. കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് അബ്ദുള്ള നിങ്ങൾ ഇവിടെ കുനിഞ്ഞത്? ഒന്നുമല്ല, മുമ്പൊരിക്കൽ ഞാനും എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളും ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മരക്കൊമ്പുണ്ടായിരുന്നു. മരത്തിന്റെ ഒരു കൊമ്പുണ്ടായിരുന്നു. ഇന്ന് ആ കൊമ്പ് ആരോ വെട്ടിമാറ്റി. ആ മരക്കൊമ്പുള്ളത് കൊണ്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പോകുമ്പോ ഒന്ന് കുനിഞ്ഞിരുന്നു. വിഷയത്തിന്റെ കടുപ്പാലോചിക്കണം. അതുകൊണ്ടാണ് മുത്തുനബി കുനിഞ്ഞെടുത്തൊന്ന് കുനിയണം. ആ മരക്കൊമ്പില്ലാത്ത സ്ഥിതിക്ക് കുനിയണോ എന്ന് ചിന്തിക്കും. കണ്ടോ നിങ്ങൾ, മുത്തബിഉസ് സുന്നയെ കേൾക്കുമ്പം വ്യതിയാന ചിന്താഗതിക്കാർക്ക് നാണം വരണ്ടേ? വ്യതിയാന ചിന്താഗതിക്കാർക്ക് നാണം വരണ്ടേ? ഇന്ന് ഖതീബ് ഉസ്താദ് ദുആരുന്നത് നിങ്ങൾ കേട്ടില്ലേ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി ദുആ ചെയ്തു. എപ്പോഴും ദുആ ചെയ്യേണ്ട ദുആയാണത്. ഇസ്തിഖാമത്തിന് വേണ്ടി അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. ഒരു ബിദ്അഇ, ഒരു വ്യതിയാന ചിന്താഗതിക്കാരൻ അടുത്ത് എഴുതിയതായിട്ട് വായിക്കാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലപ്പാവ് അത് നബി തങ്ങളുടെ നാട്ടിന്റെ വേഷവും ഫാഷനും സംസ്കാരവുമായിരുന്നു. അതെന്തിനാ നമ്മൾ പിന്തുടരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരക്ക കഴിച്ചിരുന്നു, നമ്മൾ കാരക്ക കഴിക്കണോ? എന്നാ ഒരു കാര്യം, ആളെ കളിയാക്കാനാ പറഞ്ഞതെങ്കിൽ ആ വ്യതിയാന ചിന്താഗതിക്കാരനോട് നമ്മൾ പറയുന്നു, കാരക്ക തിന്നൊരു സുന്നത്താ മോനെ. അല്ലാഹുവിന്റെ ഹബീബ് തിന്നിട്ടുണ്ടെന്ന നിലക്ക് കാരക്ക കഴിക്കല് സുന്നത്താണ്. അറിയാതെയാണ് ദീനിനെ പരിഹസിക്കാൻ ഒരുങ്ങുന്നതല്ലേ? അറിയാത്തത് കൊണ്ട് വിളമ്പിപ്പോയതാ, വിവരദോഷം വിളമ്പിയതാ. ഏതാവട്ടെ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ ഈ കോലത്തിൽ പിന്തുടർന്നു കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്തു നിന്ന് മൂത്രമൊഴിച്ചു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നിന്ന് എത്തിയപ്പം വീണ്ടും ഒന്ന് മൂത്രമൊഴിച്ചു. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇതെന്തേ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആദ്യം മൂത്രമൊഴിച്ചത് മൂത്രമൊഴിക്കാനുള്ളത് കൊണ്ടാ. ഇപ്പൊ മൂത്രമൊഴിക്കാൻ കാരണം ഞാനും മുത്തുനബിയും ഒരിക്കൽ ഇതിലൂടെ പോയപ്പം മുത്തുനബി ഇവിടെ വെച്ച് മൂത്രമൊഴിച്ചിരുന്നു. കണ്ടോ, എന്താണ് ഈ ഇത്തിബാഇനൊക്കെ നമ്മൾ എന്താ പറയാ? അന്ധമായ അനുകരണം എന്നല്ലേ നമ്മൾ പറയാ? അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ പിന്തുടരുന്നിടത്ത് മറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, വലത്തും ഇടത്തും നോക്കുന്നില്ല. കണ്ടതെന്താ അതങ്ങ് ചെയ്യുന്നു. കാരണം ആ മഹാമനുഷ്യന് ഒരിക്കലും പിഴക്കില്ല. അതുകൊണ്ടാണ് അലാ സിറാത്തിൻ മുസ്തഖീം, നബിയേ ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട താങ്കള് നേരെ ചൊവ്വയുള്ള റൂട്ടിലാണ്. നബിയെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ പെരുമാറ്റത്തിലോ വിശ്വാസത്തിലോ കർമ്മത്തിലോ എവിടെയെങ്കിലും ഒരു വ്യതിയാനം അങ്ങയുടെ ജീവിതത്തിൽ തൊട്ടു തീണ്ടുകയില്ല. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണ് വിശ്വാസിയാവാൻ കഴിയുക. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. ഇതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് മുത്തബിഉസ് സുന്ന എന്ന ഓമന പേര്. ഇതുകൊണ്ട് കിട്ടിയ ഓമന പേരാണ് മുത്തബിഉസ് സുന്ന. തിരുസുന്നത്തിനെ വല്ലാതെ അനുധാവനം ചെയ്യുന്നയാൾ എന്ന ഓമന പേര്. അത് വെറുതെ കിട്ടിയതല്ല, പണിപ്പെട്ടുണ്ടാക്കിയതാണ് ആ നാമം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മറൂ കിറാമാ, ആ സദസ്സിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ അവർ മാന്യരായി നടന്നു പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
വലം യതദന്നസൂ മിൻഹു ബിശൈഇൻ. അതെ, അതിൽ നിന്ന് ആ സദസ്സിലൂടെ പോകുമ്പോ അതിന്റെ ഒരു ചെറിയ ഭാഗം കൊണ്ടുപോലും അവർ മലിനമാകില്ല. ആ മാലിന്യത്തിന്റെ ചെറിയ ഒരു ഭാഗം പോലും ഇവരുടെ ശരീരത്തിൽ പുരളുകയില്ല. അതുകൊണ്ടാ മർറൂ കിറാമ എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം നസഫിയും പറഞ്ഞു, മുഅരിളീന അൻഫുസഹും അനി തലവുസിലിഹി. ആ മാലിന്യം വെറുതെ ശരീരത്തിൽ പുരട്ടാൻ അവർ പോകില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ സമിഉൽ ലഗ്വ അറദുൻ. സൂറത്തുൽ ഖസസിന്റെ 55-ാം വചനം. വൈദാ സമിഉൽ ലഗ്വ അറദു അൻഹു. അനാവശ്യം അവർ കേൾക്കായാൽ, തോന്യാസം കേൾക്കാനിടയായാൽ, അറദു അൻ, അതിനെ തൊട്ട് അവർ തിരിഞ്ഞുകളയുന്നു. അതിനെ തൊട്ട് അവർ തിരിഞ്ഞുകളയുന്നു. അതിനൊന്നും അവരെന്ത് ചെയ്യില്ല, അത് കേൾക്കാനും പോകില്ല, അതിൽ പങ്കെടുക്കാനും പോകില്ല, അതിന് മറുപടി പറയാനും പോകില്ല. വൈദാ ഖതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ വൈദാ സമിഉൽ ലഗ്വ അഅറദു അൻ. ബഹുമാനപ്പെട്ട അബുൽ ആലിയ റളിയല്ലാഹു അൻ, താഊസ് റളിയല്ലാഹു അൻ, മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ലഹാഖ്, ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു അനസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളും വേറെയും കുറെ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായ പ്രകാരം സൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വല്ലദീന ലാ യശ്ഹദൂന സൂർ. അവർ പറഞ്ഞു അൽ മുറാദു ബിസ്സൂരി അഴിയാദുൽ മുശ്രിക്കീൻ. അൽ മുറാദു ബിസ്സൂരി അഴിയാദുൽ മുശ്രിക്കീൻ. അൽ മുറാദു ബിസ്സൂർ, സൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തോന്യാസം, അശ്ലീലം, അനാവശ്യം, പൊഴിവാക്ക് എന്നതൊക്കെ കൊണ്ട്, മിഥ്യ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് അഴിയാദുൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരുടെ ഉത്സവങ്ങളാകുന്നു. അപ്പൊ വല്ലദീന ലാ യശ്ഹദൂന സൂർ, ബഹുദൈവാരാധകരുടെ ഉത്സവങ്ങളിൽ, ഉത്സവപ്പറമ്പുകളിൽ സാന്നിധ്യം ഉറപ്പിക്കാത്തവരാണ് അല്ലാഹുവിന്റെ അടിമകൾ. ആർത്ഥപ്രകാരം അങ്ങനെയാ. ഒരുപാട് പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കാനുണ്ട്. ബഹുദൈവാരാധകരുടെ ഉത്സവപ്പറമ്പുകളില് രാവ് വെളുപ്പിക്കുക, ഇതിന്ന് മുസ്ലിം ഉമ്മത്തിനൊരു ഹോബിയായി മാറിയിരിക്കുക. ഉത്സവപ്പറമ്പിൽ നമ്മൾ ഇത്രമാത്രം സജീവമാകുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അർത്ഥം ഇസ്ലാം ഭീകരവാദവും തീവ്രവാദവും പറയുന്നു എന്നല്ല, ഇത് ആദർശമാണ്. നേരെ മറിച്ച് ഇവിടെ ആരും ഉത്സവം നടത്തരുതെന്നോ, അത് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നോ, ക്ഷേത്രങ്ങൾ പണിയാൻ അനുവദിക്കില്ല എന്നോ, അതൊന്നും അല്ലല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ മുറ പോലെ നടക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മഹത്തായ വിശ്വാസവും ആദർശവും ഉണ്ട്. അതിനോടൊരിക്കലും പൊരുത്തപ്പെട്ട് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ പോയി പങ്കെടുക്കാൻ പാടില്ല, അതിനോട് സഹകരിക്കാൻ പാടില്ല. ഇത് നിർബന്ധമായും മുസ്ലിം സഹോദരന്മാർ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി എന്നറിയോ നിങ്ങൾ? ഈയിടെ അടുത്തായി വന്ന ഒരു മാതൃഭൂമി പത്രത്തിന്റെ ചെറിയ ഒരു കട്ടിങ് ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അന്തം വിട്ടുപോകും ഇത് കേൾക്കുമ്പോൾ. ഇതിന്റെ ഹെഡിങ്, ബാപ്പുഹാജി അരിയിട്ടു വാഴിച്ചു, രാജീവനും കൂട്ടരും പൂജാരിമാരായി. ബാപ്പുഹാജി അരിയിട്ടു വാഴിച്ചു, രാജീവനും കൂട്ടരും പൂജാരിമാരായി. ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഞെട്ടിപ്പോകും. ഈ സദസ്സിലുള്ള ഒരു മാന്യ സഹോദരനായിരുന്നു 2 ദിവസം മുമ്പ് ഈ കട്ടിങ് എനിക്ക് കൈമാറിയത്. അദ്ദേഹം വായിച്ചപ്പോൾ എടുത്ത് അപ്പൊ തന്നെ പോക്കറ്റിലിട്ടതായിരുന്നു. ഞാൻ ഇത്തരം ഒരു പരാമർശം മിനിയാന്ന് നടത്തുന്നത് കേട്ടപ്പോൾ അദ്ദേഹം തന്നതായിരുന്നു.